ഹായ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 26 ഡേ 25 കേട്ടോ. 25ാമത്തെ ദിവസത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആണ്. ആദ്യം തന്നെ തുടക്കം നല്ലൊരു പാട്ട് വെച്ച് ആ പാട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ആര്യനും അനുമോളും തമ്മിൽ ആ ഒരു കിറ്റ് മോഷണത്തിന്റെ പേരിൽ അവിടെ ചെറിയൊരു വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്നു. ഇന്ന് കൊച്ചു കൊച്ചു വഴക്കുകളും പിന്നെ ഒന്ന് രണ്ട് മെയിൻ സംഭവങ്ങളേ ഉള്ളൂ. അതങ്ങ് ഓടിച്ച് പറഞ്ഞു പോകട്ടെ. കാരണം അങ്ങനെ വലിയ ഒരു വഴക്കും അതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ഇഷ്യൂ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട് മെയിനായിട്ടുള്ളത്, അത് പറയാം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ജിസയിലും അനുമോളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചപ്പാത്തി കള്ളിവിളിയും തിരിച്ച് അനുമോൾ അങ്ങോട്ട് കള്ളിവിളി, അതാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ ബിഗ് ബോസ് വിളിച്ച് എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്ന് ഇരിക്കാൻ വേണ്ടി പറയുന്നു. അവരോട് പറയാണ്, ഒരു അതിഥി നിങ്ങൾക്ക് വരുന്നുണ്ട്, ആ അതിഥിയെ വരവേൽക്കാനായിട്ട് നിങ്ങൾ തന്നെ ഒരു സ്വാഗത ഗാനം തയ്യാറാക്കണം എന്നവരോട് പറയുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് ഒരു പാട്ട് തട്ടിക്കൂട്ടുന്നു. അതായത് ഇന്ന് രാവിലെ മോർണിംഗ് സോങ് ആയിട്ട് വന്ന ആ പാട്ടിന്റെ വരികൾ എടുത്തുകൊണ്ട് അവരൊരു പാട്ട് തട്ടിക്കൂട്ടുന്നു. പലരും പറയുന്നുണ്ട് വൈൽഡ് കാർഡ് ആയിരിക്കുമെന്ന്, ചിലർ പറയുന്നു അതിഥി എന്നാണ് പറഞ്ഞത്, അപ്പോൾ വന്നു പോകുന്ന ആളായിരിക്കുമെന്ന് പറയുന്നു. എന്തായാലും അവർ മെയിൻ ഡോറിന്റെ അടുത്തേക്ക് രണ്ട് വരികളിലായിട്ട് അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഡോറ് തുറന്നു വരുന്നത് സ്പൈക്കുട്ടനാണ്. സ്പൈക്കുട്ടൻ വരുന്നത് ഇവരുടെ പാട്ടിന്റെ ഒപ്പം പുറത്തുനിന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നു. എന്നിട്ട് അവസാനം അകത്തേക്ക് പോകുന്നു. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, ഈ ബിഗ് ബോസ് ഹൗസിന്റെ ശുചിത്വം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പൈക്കുട്ടൻ വന്നിട്ടുള്ളത്. അപ്പോൾ സ്പൈക്കുട്ടൻ പോകുന്ന സ്ഥലത്തെ ഡോറുകൾ തുറന്നു കൊടുക്കുക എന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറുന്നു. ആദ്യം പോകുന്നത് കിച്ചണിലേക്കാണ്. കിച്ചണിൽ എല്ലായിടത്തും അങ്ങനെ സെർച്ച് ചെയ്യുന്നു. അതിനുശേഷം ബെഡ്റൂമിലേക്ക് പോകുന്നു. എല്ലാ സ്ഥലവും സെർച്ച് ചെയ്തതിന് ശേഷം കൺഫെഷൻ റൂമിന്റെ ഡോറിന് മുന്നിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ കൺഫെഷൻ റൂം തുറന്നു കൊടുക്കുന്നു. അകത്തേക്ക് എല്ലാവരും കയറുമ്പോൾ അവിടെ നമ്മുടെ നെവിൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് നെവിൻ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അതായത് ഈ സ്പൈക്കുട്ടൻ വീടിനകത്ത് നടന്ന് കാണുന്ന സമയത്ത് തന്നെ നെവിൻ ബിഗ് ബോസുമായിട്ട് കൺഫെഷൻ റൂമിൽ സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് വെച്ചാൽ എന്താണ് നെവിന് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ്. അപ്പോൾ നെവിൻ ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ വളരെ വൈകാരികമായിട്ട് അന്നത്തെ അപ്പോഴത്തെ ആ ഒരു ആവേശത്തിന്റെ പുറത്ത് ചെയ്തതാണ്, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിനോട് കൈകൂപ്പി മാപ്പൊക്കെ പറയുന്നു. അങ്ങനെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് സമ്മതിക്കുകയാണ്. ഒരു അറിയിപ്പ് ഉണ്ടാകുമ്പോൾ അകത്തേക്ക് പൊക്കോളൂ എന്ന് പറയുകയാണ്. പക്ഷെ അകത്തേക്ക് നെവിൻ പോകുന്നതിന് മുമ്പേ മറ്റുള്ളവർ ഇങ്ങോട്ട് കൺഫെഷൻ റൂമിലേക്ക് കയറി വന്ന് നെവിനെ കാണുന്നു. അവസാനം എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നെവിൻ എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നു. ലിവിങ് ഏരിയയിൽ വന്ന് എല്ലാവരുമായിട്ട് നെവിൻ സംസാരിക്കുന്നു. അപ്പം അക്ബറും അപ്പാനി ടീമെല്ലാം ആദിലെയും നൂറി അനുമോളൊക്കെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു ഡയലോഗ് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നെവിൻ അവിടെ ചെയ്ത കാര്യം ആദിലെയും നൂറയും അനുമോളൊക്കെ ചെന്ന് കെട്ടിപ്പിടിച്ച് അവർ ആ ഒരു സൗഹൃദത്തിലാണ് നെവിൻ വന്നിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് ലിവിങ് റൂമിൽ നിന്ന് അവരെല്ലാവരും മാറിപ്പോകുന്നു. പക്ഷേ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നിട്ട് ഇവർ അനുമോളും ആദിലയും നോറയും സംസാരിക്കുന്നുണ്ട്. അവർക്ക് ഒരു പേടിയാണ്. കാരണം നെവിൻ തിരിച്ചു വന്നപ്പോൾ ഇനി ഇത് ഭയങ്കരമായിട്ട് ഇവർക്കെതിരെ അവിടെ ഹൗസിലുള്ള ആളുകൾ പറഞ്ഞ് കളിയാക്കും എന്നുള്ള പേടിയാണ് അനുമോൾക്ക്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് മരിക്കുകയാണെങ്കിൽ ഒരു തവണല്ലേ മരിക്കുക, അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട എന്നുള്ള പേടി ഉള്ളിലുണ്ടെങ്കിലും അതിലങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നെവിന്റെ ചെവിയിൽ ആര്യൻ ഒരു സ്വകാര്യം പറയുന്നതാണ് കാണിക്കുന്നത്. അതായത് വളരെ പതുക്കെയാണ് പറയുന്നത്, നമുക്കത് കേൾക്കാൻ പറ്റുന്നില്ല. അവിടെ ബിഗ് ബോസ് എഴുതി കാണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അനുമോളുടെ കിറ്റ് കാണാനില്ല എന്ന് പറയുന്ന കിറ്റ് എടുത്ത് വലിച്ചെറിഞ്ഞു എന്ന് ആര്യൻ നെവിനോട് പറയുന്നതും അത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അവിടെ ബിഗ് ബോസ് എഴുതി കാണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അടുത്തത് ക്യാമറയിൽ നോക്കിയിട്ട് നെവിൻ സംസാരിക്കുന്നതാണ്, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, ഇനി ഞാൻ അങ്ങനെ പോകണമെന്ന് പറയില്ല, ഇനി ഒരിക്കലും അങ്ങനെ പറയില്ല. ഇനി ഞാൻ പോവുകയാണെങ്കിൽ ഒന്നുകിൽ കപ്പ് എൻ്റെ കയ്യിലുണ്ടാവും അല്ലെങ്കിൽ ആ ഡയമണ്ട് നെക്ലസ് എൻ്റെ കയ്യിലുണ്ടാവും എന്ന് പറയുന്നത്. അതായത് ജ്വല്ലറി സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഡയമണ്ട് നെക്ലസ് ഈ ഹൗസിലെ ഒരാൾക്ക് കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നെക്ലസ് കൊണ്ടോ അല്ലെങ്കിൽ കപ്പ് കൊണ്ടോ പോകൂ എന്നുള്ളതാണ് നെവിൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള വളരെ ചെറിയൊരു സംഭാഷണം, അതായത് അപ്പാനി ശരത്തും അക്ബറും തമ്മിലാണ്. അവർ പറയുന്നത്, അതായത് അക്ബർ പറയുന്നത്, എനിക്ക് ഈ വീട്ടിലെ ആരെയും വിശ്വാസമില്ല, എനിക്ക് ആകെ വിശ്വാസമുള്ളത് അപ്പാനി മാത്രമാണ് എന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ചു അപ്പാനി പറയണ്ടേ എനിക്കും അങ്ങനെ തന്നെയാണ്, പക്ഷെ എന്തെങ്കിലും പണി എനിക്കിട്ട് തരുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ചെയ്യണേ എന്ന് അപ്പാനി പറയുന്നുണ്ട്. അപ്പോൾ അവർ അങ്ങനെ ആ ഒരു സംസാരം അവിടെ അവസാനിക്കുന്നു.
പിന്നെ കാണുന്നത് ഗ്യാങ്ങിന്റെ ഒരു കൺവിൻസിങ് ആണ്. അതായത് നമ്മുടെ നെവിനെ പറഞ്ഞ് പിരികയറ്റുക എന്ന് പറയില്ലേ, ആ രീതിയിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ അക്ബറിന്റെ ഗ്യാങ്. അക്ബർ, അപ്പാനി, ബിന്നിയാണ് കേട്ടോ കൂടുതൽ സംസാരിക്കുന്നത്. അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ അപ്പാനി ചോദിക്കുന്നുണ്ട്, എന്താണ് ആദിലേക്കും നൂറയ്ക്കും നിന്നോട് ഇത്ര വൈരാഗ്യം, നീ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നിന്നെ പ്രൊവോക്ക് ചെയ്ത് അവരാണ്. അപ്പോൾ നൈസായിട്ട് നെവിൻ അവിടെ പറയുന്നുണ്ട്, അവരുടെ ഗെയിം കളിച്ചു, ഞാൻ എൻ്റെ ഗെയിം കളിച്ചു എന്നുള്ളത്. നെവിന് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ദിവസം പുറത്ത് പോയി വന്ന സമയത്തിന് മനസ്സിലായെന്ന് തോന്നുന്നു. പക്ഷെ ഇവർ പിന്നെയും അവനോട്, അതായത് നെവിനോട് ഇങ്ങനെ ഇതേപ്പറ്റി സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. നെവിൻ തിരിച്ചു വന്നതിന്റെ ആ ഒരു കളിയാക്കലുകൾ ഇങ്ങനെ അവിടെ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇപ്പോൾ ആദിലും നൂറ് ഇതിലേലും പോവുകയാണെങ്കിൽ അക്ബറിന്റെ വക ഒരു പാരഡി പാട്ട്, അത് കഴിഞ്ഞാൽ അനുമോൾ ഇതിലും പോകുന്നുണ്ടെങ്കിൽ അനുമോൾക്കെതിരെ ഒരു പാരഡി പാട്ട്, അതിങ്ങനെ സൈഡിലൂടെ ചെറിയ സീനുകളായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അടുത്തത് ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസി നോമിനേഷനാണ്. ക്യാപ്റ്റൻസി നോമിനേഷൻ ആയിരുന്നു ആദ്യം. അതിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ബെന്നിയും ക്യാപ്റ്റൻസി നോമിനേഷൻ ആയിരുന്നു ആദ്യം. ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്ന 3 പേര് ബിന്നിയും റന ഫാത്തിമയും അതേപോലെ നെവിനും ആണ്. അടുത്തത് അപ്പൊ തന്നെയാണ്, അധികം സമയം വൈകാതെ തന്നെ ജയിൽ നോമിനേഷൻ ഉണ്ടായി. ജയിൽ നോമിനേഷനിൽ വന്നത് അനുമോളും അനീഷുമാണ്. 10 വോട്ടുകൾ അനീഷിനും 11 വോട്ടുകൾ അനുമോൾക്കും കിട്ടിയിട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ആ ലിവിങ് ഏരിയയിൽ ഇരുന്നിട്ട് അനുമോള്, ആദില, നൂറ, ശൈത്യ അവരെല്ലാവരോടും സംസാരിക്കുന്ന വിഷയം ഇത് തന്നെ. ഈ നെവിന്റെ പുറത്തു പോക്കും ഇവരുടെ ഗ്യാങ്ങുകളുടെ ഓരോ പ്രശ്നങ്ങളോ അതൊക്കെ തന്നെയാണ്, അല്ലാതെ വേറെ കാര്യപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ അതിനിടയ്ക്ക് അനുമോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, മൈക്ക് മാറ്റി വെച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ശൈത്യ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്, നീ മൈക്ക് ഇട്ടിട്ട് സംസാരിക്കുക, മൈക്ക് വെച്ചിട്ട് മാത്രം സംസാരിച്ചാൽ മതി, ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഇപ്പോൾ അനൗൺസ്മെന്റ് ചെയ്യും, അത് കഴിഞ്ഞാൽ അവർക്ക് അത് മതി, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗ്യാങ്ങിന് അത് മതി പിന്നെ കളിയാക്കാൻ എന്ന് ശൈത്യ പറയുന്നു. പക്ഷെ അനുമോൾ അത് അനുസരിക്കുന്നില്ല. തക്ക സമയത്ത് തന്നെ ബിഗ് ബോസിന് അനൗൺസ്മെന്റ് വന്നു, അനുമോൾ മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് ശൈത്യ പറഞ്ഞ പോലെ തന്നെ അവിടെ സംഭവിച്ചു. അതിനുശേഷം കിച്ചണിൽ ചെറിയ ശൈത്യ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്ബറും അപ്പാനിയും കൂടെ ട്രൗസർ വള്ളി, ആരാണ് ട്രൗസർ വള്ളി, ഞാനുണ്ടോ ട്രൗസർ വള്ളിയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചെറിയ കളിയാക്കലുകൾ, അതും കളിയാക്കലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവര് അവിടെ ചെന്നിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ്. പക്ഷെ ശൈത്യ അതിൽ നിന്ന് മെല്ലെ ഒഴിഞ്ഞു മാറി. പിന്നെ അടുത്ത ഒരു 1, 2, 3, 4 ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്തുള്ളത്. അടുത്ത ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുകയാണ്. അതായത് സാബുവും അഭിലാഷും ഷാനവാസും അവരിപ്പോൾ ഒരു ചെറിയൊരു ഗ്രൂപ്പ് കൊണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നതും ഈ ഗ്രൂപ്പിസത്തെ കുറിച്ച് തന്നെയാണ്. ഓപ്പോസിറ്റ് ഗ്രൂപ്പിൽ, അതായത് അക്ബറിന്റെ ഗ്രൂപ്പിൽ 8 പേരാണുള്ളത്, ഇവരിപ്പോൾ 3 പേരുണ്ട്. അപ്പുറത്തെ ഗ്രൂപ്പിൽ അതായത് അനുമോള്, ആദില, നൂറ, ശൈത്യ, രേണു ചെറുതായിട്ട് അനുമോൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ 5 പേരുണ്ട്. അവർ 5 പേര് ഉണ്ട്, നമ്മൾ 3 പേര്, നമ്മളപ്പോൾ 8 പേരാവും നമ്മൾ ഒരുമിച്ച് നിന്നാൽ. അപ്പോൾ അവരെ വല്ലാതെ അങ്ങ് അറ്റാക്ക് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ സാബു സംസാരിക്കുന്നത്. അതായത് അനുമോൾ ടീമിനെയും വല്ലാതെ അങ്ങ് ഓപ്പോസിറ്റിൽ നിന്ന് അറ്റാക്ക് ചെയ്യേണ്ട, അവരെ ഒരു മയത്തിൽ കൈകാര്യം ചെയ്താൽ മതി, അങ്ങനെയാണെങ്കിൽ മറ്റേ 8 ടീമിനോട് മുട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 8 പേരുടെ ടീമാവും എന്നുള്ള രീതിയിൽ സാബു സംസാരിക്കുന്നു. അപ്പോഴാണ് ബിഗ് ബോസ് വിളിക്കുന്നത്, എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്നിരിക്കുകയാണ്. ലിവിങ് ഏരിയയിൽ വന്നപ്പോൾ പറയുന്നു, നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്, പുറത്ത് ഒരു തട്ടുകട തയ്യാറായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരുടെയും പുറത്തേക്ക് ഓടുകയാണ്. അപ്പോൾ ഒരു അണ്ണനും ചെറിയൊരു തട്ടുകടയുണ്ട് അവിടെ, പരിപ്പ് വട, ചായ, അതേപോലെ പഴംപൊരി, അങ്ങനെ കുപ്പികളിൽ ജിലേബി അതെല്ലാം ഉണ്ട്. എല്ലാവരും കൂടെ അവിടെ ഇരുന്നിട്ട് പരിപ്പോടെ മറ്റെന്താ പറയുക, വാരി എടുത്തിട്ടൊക്കെയാണ് ഓരോരുത്തർ കൊണ്ടുപോകുന്നത്. ചായയും പരിപ്പടിയും പഴംപൊരിയൊക്കെ കഴിക്കുന്നു. അതിനുശേഷം വരുന്നത് സ്പോൺസേഡ് ടാസ്ക് ആണ് കേട്ടോ. ഉജാലയുടെ സ്പോൺസേഡ് ടാസ്ക് ആണ്. അതിൽ 2 ടീമായിട്ട് തിരിയുന്ന കുറച്ച് പേര് ജഡ്ജസ്. അതിലെ പൂക്കളം വയ്ക്കലും ഉജാലയുടെ ആ ബോട്ടിൽ കൊണ്ടിട്ട് അലങ്കരിക്കലൊക്കെയാണ്. അതിൽ ബ്ലിസ് ടീമിന്റെ വിജയം ജഡ്ജസ് പ്രഖ്യാപിക്കുന്നു. ശേഷം നമ്മുടെ ജയിലിലേക്ക് ക്യാപ്റ്റൻ അനുമോളെയും അനീഷിനെയും കൊണ്ടുവരുന്നു. അവർക്ക് കിട്ടിയ ടാസ്ക്, അതായത് ജയിലിൽ അവർക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറയുന്നത് സ്റ്റിക്കർ നോട്ടിൽ ലേലു അല്ലു എന്നെ തുറന്നു വിടൂ ബിഗ് ബോസ് എന്ന് എഴുതി ചുമരിൽ ഒട്ടിക്കുക, അതായത് ആ ജയിലിന്റെ ചുമരിൽ ഒട്ടിക്കുക എന്നുള്ളതാണ്. ഒരു കെട്ട് സ്റ്റിക്കർ നോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറിയൊരു ഫോട്ടോ ഇവിടെ കൊടുക്കുക, സ്റ്റിക്കർ നോട്ട് ഇവർക്ക് കൊടുത്ത സ്റ്റിക്കർ നോട്ടിന്റെ ഫോട്ടോ ചെറുതായിട്ട് ഇവിടെ കൊടുക്കുക. അത്രയും സ്റ്റിക്കർ നോട്ട് ഉണ്ട്, അത് മുഴുവനായിട്ട് എഴുതി ഒട്ടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ടാസ്ക്. അപ്പോഴും ഇവർ ജയിലിനുള്ളിൽ കിടക്കുമ്പോഴും അക്ബറും ടീമും പുറത്ത് വന്നിട്ട് ഇവരെ കളിയാക്കിക്കൊണ്ട് പാട്ടുപാടി തന്നെയാണ്. എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റും അത്രയും ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അനുമോൾ കരയുന്നു. അനുമോൾ കരയുമ്പോൾ അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആവശ്യമില്ലാതെ ഒരിക്കലും കരയരുത്, ആവശ്യത്തിന് മാത്രമേ കരയാവൂ, നമ്മൾ ആവശ്യമില്ലാതെ കരഞ്ഞു കഴിഞ്ഞാൽ അത് മുതലെടുക്കാൻ ആളുകൾ ഉണ്ടാവും എന്ന് അനീഷിന്റെ ഒരു ഉപദേശം പോലെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം പുലർച്ചെ 4 മണി 4-4:15 ആകുമ്പോൾ അനുമോൾ വിളിച്ചവരാണ്, എനിക്ക് വാഷ്റൂമിൽ പോകണം, എനിക്ക് വാഷ്റൂമിൽ
ഇവർക്ക് പോണ്ടിവായിട്ടൊന്നല്ല, ഇവര് ചിരിക്കുന്നൊക്കെ ഉണ്ട്, അനീഷ് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ തന്നെ അറിയാം ഇത് മറ്റേ അപ്പാനിക്കിട്ട് പണി കൊടുക്കുകയാണെന്നുള്ളത്. അനുമോൾ ഇങ്ങനെ വിളിച്ച് പറയുന്നു. അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്, ക്യാപ്റ്റൻ ജയിൽവാസികൾക്ക് ടോയ്ലറ്റ് പോകണം, ജയിൽ തുറന്നു കൊടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ ജയിൽ തുറന്നു കൊടുക്കുന്നു. അനുമോൾ വാഷ്റൂം പോകുന്നു, തിരിച്ചു വരുന്നു. അതിനുശേഷം അനീഷ് പോകുന്നു. അങ്ങനെ അനുമോൾ ഇതിനകത്ത് ജയിലിനകത്ത് കയറിയിരിക്കുന്ന സമയത്ത് അനുമോളുടെ പാവ അവിടെ ഉണ്ട്. ആ പാവ എടുത്ത് അപ്പാനി പുറത്തേക്ക് വലിച്ചെറിയാണ്. പോയി എടുത്തിട്ടോ എന്ന് പറഞ്ഞ് അനുമോളോട് പറയുകയാണ്. അപ്പൊ അനുമോൾ അത് പോയി എടുത്ത് വരുന്നുണ്ട്. എടുത്ത് വന്ന് നേരെ ജയിലിലേക്ക് കയറാതെ പുറത്ത് ആ ഒരു കസേരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ നീ ജയിലിനുള്ളിൽ കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ നീ പോടാന്ന് തിരിച്ച് അനുമോൾ പറയുന്നത്. പക്ഷെ അപ്പൊ അനുമോൾ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. മൈക്ക് ബാത്റൂമിന്റെ അവിടെ വെച്ചിട്ടാണ് അനുമോൾ പുറത്തേക്ക് വന്നത്. അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അനുമോൾ ബൈക്ക് ധരിക്കുക എന്നുള്ളത്. അങ്ങനെ മൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അനുമോൾ ബാത്റൂമിലേക്ക് പോകുന്നു. പിന്നെ രണ്ടുപേരും വന്ന് ജയിലിലേക്ക്, അതായത് അനീഷും അനുമോളും ജയിലിലേക്ക് വന്ന് അവരെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ വൃത്തിയായിട്ട് ഞങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടാണ് ആ എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നത് കേട്ടോ.